ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കഴിഞ്ഞ ദിവസം തൃച്ചംബര ക്ഷേത്രത്തിലെ കുറിച്ചും തൃച്ചംബര ക്ഷേത്രത്തിൽ പോയതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തൃച്ചംബര ക്ഷേത്രത്തിൽ നിന്നും രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു റൂട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നാട്ടിൽ പോയി കഴിഞ്ഞാലൊക്കെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുന്നൊരു ശീലമുണ്ട്. മുത്തശ്ശീനെയും കൂട്ടിയിട്ടൊരു വിസിറ്റിങ് എപ്പോഴും ചെയ്യുന്നതാണ്. അങ്ങനെ അതേ രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ മുമ്പിലേ കൂടെയാണ് പോണത്. കണ്ടോ, അതിനത് അമ്പലത്തിൻ്റെ അവിടെ മുമ്പിലേ കൂടെ പോയി ഇനി പാർക്കിംഗ് ഏരിയയിലേക്ക് പോവുകയാണ്. പാർക്കിംഗ് ഏരിയേൻ്റെ അവിടെ എത്തിയപ്പോൾ നമ്മുടെ ഒരു ആനേനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കെപ്പോഴും ആനൊരു കൗതുകമാണല്ലോ, എപ്പോഴും എവിടെ പോയാലും. ഇതാണ് ക്ഷേത്രം, നമുക്കിവിടെ നിന്ന് കാണാം. അപ്പം ഞങ്ങളിവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് പോകുന്നത്. അമ്മ ഫസ്റ്റ് ഇറങ്ങിപ്പോയി. അതിന് മുന്നേ ആയിട്ട് അപ്പോട്ടിനും ചിപ്പുമൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് പിന്നെ അകത്ത് കയറി തൊഴാമല്ലോ. നമുക്ക് സ്ത്രീകൾക്ക് രാത്രി 8 മണിക്ക് ശേഷമേ അത് കയറാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇറങ്ങി പോകുമ്പോഴത്തേക്കാണ് അമ്മ ഇങ്ങനെ ഇടയ്ക്കൊക്കെ നോക്കുന്നുണ്ട്, ഞാൻ പുറകെ തന്നെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുളമാണ്, ക്ഷേത്രക്കുളം കാണാനായിട്ട് കഴിയും. നല്ല അടിപൊളി ക്ഷേത്രക്കുളമാണ് ഇവിടെ. ഇനി നമുക്ക് കൂടുതലായിട്ട് ക്ഷേത്രത്തിനെ കുറിച്ച് നമുക്ക് പറയാം. തളിപ്പറമ്പ് അല്ലെങ്കിൽ പെരിഞ്ചെല്ലൂർ അല്ലെങ്കിൽ ചെല്ലൂർ സമൃദ്ധിയുടെ വാസസ്ഥലമായി കണക്കാക്കപ്പെട്ടിരുന്നതിനാൽ തളിപ്പറമ്പിൻ്റെ പഴയ പേര് ലക്ഷ്മീപുര എന്നായിരുന്നു. പെരിഞ്ചെല്ലൂർ ഗ്രാമത്തിന് എല്ലാ പ്രശസ്തിയും ഐശ്വര്യവും ലഭിച്ചത് ശ്രീ രാജേശ്വര ക്ഷേത്രത്തിൻ്റെ സാന്നിധ്യവും പെരുംതൃക്കോവിലപ്പൻ്റെ അനുഗ്രഹവുമാണ്. പെരിഞ്ചെല്ലൂർ ഗ്രാമം 1810 ചെല്ലൂർ നഥോദയം ചെമ്പു സംസ്കൃതത്തിലാണ്. കേരള പഴമ, കേരള മാഹാത്മ്യം, ജംബുകോൽപ്പതി, കോകില സന്ദേശം, കേരളോൽപ്പതി തുടങ്ങി പലതിലും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. AD 216 330 ഇടയിൽ 1810 പരാമർശിച്ചിരിക്കുന്ന ചേരമാൻ പെരുമാൾ ഭരിച്ചിരുന്ന ചേര രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു പെരിഞ്ചെല്ലൂർ. അതുപോലെ തന്നെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശിവൻ്റെ മറ്റൊരു പേരാണ് രാജരാജേശ്വര പെരുമാൾ. പരശുരാമൻ പ്രതിഷ്ഠിച്ച കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ശക്തിപീഠങ്ങളിലൊന്നായി തിരിച്ചറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിന് തനതായ ചില ആചാരങ്ങളുണ്ട്. അത്താഴ പൂജയ്ക്ക് ശേഷമോ ദേവന് അത്താഴം സമർപ്പിച്ചതിന് ശേഷമോ മാത്രമേ സ്ത്രീകൾക്ക് സന്നിധാനത്ത് പ്രവേശിക്കാൻ അനുവാദമുള്ളൂ. മംഗളകരമായ അത്താഴത്തിന് ശേഷം തൻ്റെ പത്നി പാർവതിയുടെ അരികിലിരിക്കുന്ന ശിവൻ സന്തോഷകരമായ മാനസികാവസ്ഥയിലാണെന്നും സ്ത്രീകൾക്ക് പ്രാർത്ഥനയ്ക്കും ശ്രീകോവിലിൽ നമുക്ക് തൊഴാനായിട്ടുള്ള സമയം അനുവദിച്ചിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. പകൽ സമയത്ത് സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമില്ല എന്ന് പറയുന്നു. മറ്റ് ശിവക്ഷേത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ബിൽവ ഇലകൾ സ്വീകരിക്കില്ല. ബിൽവ ഇലകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂവള ഇലകൾ സ്വീകരിക്കില്ല. പകരം മഹാവിഷ്ണുവുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങൾ ഇവിടെ പാലിക്കപ്പെടുന്നുണ്ടെന്ന് പറയുന്നു. അത്രയും ഗംഭീരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. നമ്മളെല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ
നിങ്ങളെന്തായാലും പോകുന്നുണ്ടെങ്കിൽ അവിടെ ആ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ പോകണം. അവിടെ ഓരോരോ കാര്യങ്ങളും നമുക്കൊക്കെ കാണാനായിട്ട് കഴിയും. നല്ല രസമാണ് അവിടെ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടി നമുക്ക് കാണാം. എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അവിടെ വെച്ചിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളൊരു ഏട്ടനുണ്ട്. ഏട്ടൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്, സുദർശനാമ്മയുടെ ഒരു ഗ്രൂപ്പുണ്ട്. അതിൽ എപ്പോഴും ഞങ്ങൾ നാമജപത്തിൻ്റെ പേരിൽ എപ്പോഴും അടിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പം അവിടെ നിന്ന് പെട്ടെന്നാണ് യാദൃശ്ചികമായിട്ട് ഏട്ടനെ കണ്ടു. അങ്ങനെ സെൽഫിയൊക്കെ എടുത്ത് പോന്നു.